നമസ്കാരം. ട്രംപ് മസ്ക് കൂട്ടുകെട്ട് കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊറുതിമുട്ടുന്നത് അമേരിക്കയിലെ സർക്കാർ ജീവനക്കാരാണ്. മസ്കിന്റെ വാക്ക് കേട്ട് 10 ലക്ഷം ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ് ട്രംപ്. കഴിഞ്ഞ ശനിയാഴ്ച ചില സർക്കാർ ജീവനക്കാർക്ക് ഡോജിൽ നിന്ന് പുതിയൊരു ഇമെയിൽ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ച ചെയ്ത ജോലികൾ എന്തെല്ലാമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇമെയിൽ ആയിരുന്നു അത്. എന്നാൽ FBI പോലെ ചില ഏജൻസികൾ ആ ഇമെയിലിന് മറുപടി നൽകേണ്ടതില്ലെന്ന നിർദ്ദേശമായിരുന്നു ജീവനക്കാർക്ക് നൽകിയത്. ഇത്തരത്തിൽ മസ്ക് അയച്ച മെയിലിന് മറുപടി നൽകാത്തവരെ പിരിച്ചുവിടുമെന്നാണ് ഭീഷണി. 10 ലക്ഷം എന്നത് ഒരിക്കലും ഒരു ചെറിയ സംഖ്യയല്ല. അതിനാൽ ഈ ഒരു തീരുമാനം വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് ആശങ്ക ഉയരുന്നുണ്ട്. ഇതിനിടയിൽ മസ്കിന് വധഭീഷണി നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. മസ്ക് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ആദ്യമായി നടത്തിയ മന്ത്രിസഭാ യോഗത്തിലാണ് മസ്ക് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഡോജിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇത്തരത്തിൽ ഭീഷണി ഉയർന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഡോജിന്റെ ചെലവ് ചുരുക്കൽ നയത്തെക്കുറിച്ച് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരണം നൽകി. ഇത്തരത്തിൽ ഒരു കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ രാജ്യം പാപ്പരായി പോകുമെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകി. ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്കയ്ക്ക് 2 ട്രില്യൺ കമ്മി തുടർന്നു കൊണ്ടുപോകാൻ കഴിയില്ലെന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനായി ഇപ്പോൾ മുതൽ സെപ്റ്റംബർ അവസാനം വരെ പ്രതിദിനം $4 ബില്യൺ ലാഭിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂവെന്നും മസ്ക് വിശദീകരിച്ചു. കഴിഞ്ഞ ഒരാഴ്ച തങ്ങൾ ഏത് ജോലിയാണ് ചെയ്തതെന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ട് മസ്ക് അമേരിക്കയിലെ 23 ലക്ഷത്തോളം ജീവനക്കാർക്കാണ് മെയിൽ അയച്ചത്. ഇത് വലിയ വിവാദമായി മാറിയിരുന്നു. മെയിലിന് മറുപടി നൽകാത്ത 23 ലക്ഷത്തോളം ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ നിരവധി പ്രമുഖരായ ഉദ്യോഗസ്ഥർ ജോലി രാജിവെച്ചിരുന്നു. അതേസമയം ഡോജിന്റെ ചെലവ് ചുരുക്കൽ നടപടികളിൽ ചില പിഴവുകൾ സംഭവിച്ചതായി മന്ത്രിസഭാ യോഗത്തിൽ മസ്ക് സമ്മതിക്കുകയും ചെയ്തു. മഹാമാരിയായ എബോളയുടെ പ്രതിരോധത്തിനുള്ള സാമ്പത്തിക സഹായം ആദ്യം നിർത്തിവെച്ചിരുന്നു എങ്കിലും പിന്നീട് പുനരാരംഭിച്ച കാര്യവും മസ്ക് എടുത്തു പറഞ്ഞു. തുടർന്ന് സംസാരിച്ച ട്രംപ് ആകട്ടെ മസ്കിന്റെ പ്രവർത്തികളിൽ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും അതൃപ്തരാണെങ്കിൽ അവരെ പുറത്താകുമെന്നും പ്രഖ്യാപിച്ചു. പിന്നീട് താൻ തമാശ പറഞ്ഞതാണെന്നായിരുന്നു ട്രംപ് സഹപ്രവർത്തകരോട് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച സമൂഹമാധ്യമമായ എക്സിലൂടെ വധഭീഷണി ഒഴുക്കിയതിന് ഡേവിഡ് ചെറി എന്നയാളെ പിടികൂടിയിരുന്നു. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തിരുന്നു. അതിനിടെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർമാർ പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഓട്ടോമേറ്റഡ് റിഡക്ഷൻ ഇൻഫോഴ്സ് എന്നതിന്റെ ചുരുക്കപ്പേരായ ഓട്ടോറിഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഡോജ് ഇതിനായി ഉപയോഗിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് US പ്രതിരോധ വകുപ്പാണ് ആദ്യമായി ഓട്ടോറിഫ് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. അതിനുശേഷം നിരവധി തവണ അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഈ സോഫ്റ്റ്വെയർ വിവിധ സർക്കാർ ഏജൻസികൾ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്തു. ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഡോജ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ സാധാരണ ഓഫീസ് നടപടിക്രമങ്ങളിലൂടെയാണ് ജീവനക്കാരെ പിരിച്ചുവിട്ടിരുന്നത്. ജീവനക്കാരുടെ രജിസ്റ്ററുകളും മാനേജർമാർ നൽകിയ പട്ടികകളും ഇതിനായി HR ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചുറപ്പിക്കും. പിരിച്ചുവിടൽ പ്രക്രിയ സങ്കീർണമാക്കുന്ന സിവിൽ സർവീസ് പരീക്ഷയില്ലാത്ത അടുത്തിടെ ജോലിയിൽ കയറിയ പ്രൊബേഷണറി ജീവനക്കാരെയും സ്ഥാനക്കയറ്റം ലഭിച്ചവരെയും മറ്റേതെങ്കിലും വിധത്തിൽ സ്ഥാനമാറ്റം ലഭിച്ചവരെയുമാണ് ആദ്യം പിരിച്ചുവിടുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലായി വിവിധ ഏജൻസികളിലെ ആയിരക്കണക്കിന് ജീവനക്കാർക്കാണ് തൊഴിൽ നഷ്ടമായത്. ട്രംപ് ഭരണകൂടം 2ാം ഘട്ടം പിരിച്ചുവിടലിന് ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഡോജ് ഓട്ടോറിഫ് ഉപയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ AI പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതോടെ അടുത്ത കൂട്ട പിരിച്ചുവിടലിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നഷ്ടമാകുമെന്ന ആശങ്കയിലാണ് സർക്കാർ ജീവനക്കാർ.